കോഴിക്കോടിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന കല്ലായി പുഴയുടെ ഇന്നത്തെ അവസ്ഥ അതിദാരുണമാണ്. നഗരത്തിലുടനീളമുള്ള വ്യവസായശാലകളിലെയും ഡ്രെയിനേജ് സംവിധാനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ കനോലി കനാൽ വഴി നദിയിലേക്ക് ഒഴുകുന്നത് നദിയെ മലീമസമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും മലിനമാക്കപ്പെട്ട പുഴയാണ് കല്ലായി എന്നാണ് കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കാല് കഴുകാൻ പോലും പറ്റാത്തത്ര മലിനം. പുഴയിലെ ഓക്സിജന്റെ അളവാവട്ടെ അപകടകരമാം വിധം കുറവും. ഇത് പുഴയിലെ ജൈവവൈവിധ്യത്തിന്റെ നാശത്തിലേക്കാണ് വഴിവെക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറെ വേദനാജനകമാണ്. കാരണം കോഴിക്കോട് നഗരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏക ജലസ്രോതസ്സാണ് കല്ലായിപ്പുഴ. ഈ കല്ലായിപ്പുഴയുടെ ഈ ദുര്യോഗത്തിന് കാരണം സർക്കാർ സംവിധാനത്തിൻ്റെ പാളിച്ചയാണെന്നുള്ളത്. കാരണം 6 തവണയായി കല്ലായിലെ പുഴ നവീകരണത്തിന് ടെൻഡർ വിളിച്ചിട്ട് ടെൻഡറുകൾ മാറ്റിവെക്കുക. 15 വർഷമായി കല്ലായിപ്പുഴ നവീകരണത്തിന് പദ്ധതി തയ്യാറാക്കിയിട്ടും അന്നത്തെ മന്ത്രി NK പ്രേമചന്ദ്രൻ കല്ലായി സന്ദർശിച്ചിട്ട് 3.5 കോടി രൂപ അന്ന് റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് വകയിരുത്തിയതാണ്. ഇന്നിപ്പോൾ അതെല്ലാം ലാപ്സായി. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ 7.5 കോടി രൂപ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഈ വർഷം ഉൾപ്പെടെ 15 കോടിയിൽ അത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കൊള്ളരുതായ്മയാണ് ഈ കല്ലായിപ്പുഴയുടെ നാശത്തിന് പ്രധാന കാരണം. പുഴയിലെ ചെളി നീക്കാനുള്ള പദ്ധതി 13 വർഷമായി ടെൻഡറിൽ തട്ടിക്കിടക്കുകയാണ്. നഗരത്തിലെ മുഴുവൻ മാലിന്യവും പേർന്ന കനോലി കനാലാണ് കല്ലായിപ്പുഴയെ മലിനമാക്കുന്നതിൽ പ്രധാനമെന്നാണ് ആക്ഷേപം. നിരവധി സിനിമാ പാട്ടുകളിൽ നിറഞ്ഞൊഴുകിയതാണ് ഈ കല്ലായിപ്പുഴ. ഈ പുഴയെ വീണ്ടെടുക്കാൻ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് അധികൃതർ ഇനിയും തയ്യാറായില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാവുന്നതിൽ സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ആനന്ദ് പുതൂർ, ജനം.